നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കൂർക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂർക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓർക്കുക അല്ലേ. കയ്യിൽ മുഴുവനും കറ വെച്ച് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സ്ഥലത്തൊക്കെ ഇത് ശരിക്കും ഒരു എന്താ പറയുക ട്രഡീഷണലായിട്ട് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുക, നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക്. കാരണം അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റി കൂടുതലാക്കാനും ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന പറഞ്ഞത്. ഇനി നമ്മൾ ഇതൊന്നും നോക്കിയിട്ടില്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യം വരുമ്പം മുമ്പ് തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും എത്ര ക്ലീൻ ചെയ്യേണ്ട കാര്യമൊക്കെ ആലോചിച്ചാലും അത് നമ്മളിങ്ങനെ കടയിൽ മുന്നിൽ കിടക്കുന്നത് കാണുമ്പോൾ അറിയാതെ വാങ്ങിച്ചു പോകും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം നോക്കാം കൂർക്ക വെച്ചിട്ടുള്ള റെസിപ്പി, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ കൂർക്കയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് എനിക്ക് കുറച്ചും കൂടെ ചെറുതാക്കാം. പിന്നെ നമുക്കിതിന് വേണ്ടത് പയറാണ്. പയറൊരു 1/4 കിലോളം, നമുക്ക് എത്രയാണ് വേണ്ടത് നോക്കി അങ്ങനെ എടുത്തതാണ്. പിന്നെ ചെറിയുള്ളി ഒരു 20 എണ്ണമാണ്. 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്, വലിയതായതുകൊണ്ടാണ്. പിന്നെ കറിവേപ്പില വേണം. ഇനി പയർ കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ചതക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൂർക്ക വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ്. അപ്പോൾ കുക്കറിൽ അതുകൊണ്ട് തന്നെ 2 വിസിലിന് വെന്ത് കിട്ടും. മിക്സ് ചെയ്ത് വേവിക്കുകയാണ്. അതുപോലെ ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ, നാടൻ രീതിയിലാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടേബിൾ സ്പൂൺ നമ്മൾ ചതച്ച മുളകുണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പച്ചപ്പയർ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ ഇതിൽ നമ്മൾ ഉപ്പിടുന്നുണ്ട് ഒരു 1/2 ടീസ്പൂൺ. കാരണം നമ്മൾ കൂർക്ക വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്, അപ്പോൾ ആവശ്യത്തിന് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച കൂർക്കയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതും അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. കൂർക്ക പയർ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമാണല്ലോ, കൂർക്ക മാത്രമല്ലാതെ പയറും കൂടെ ചേർത്ത് വെക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിനായാലും നാടൻ രീതിയിൽ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.